എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങൾക്ക് ശേഷം നടൻ പൃഥ്വിരാജ് ഇപ്പോഴാണ് ഒന്ന് തലപൊക്കിയത്. പുതിയ ചിത്രങ്ങളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം പല അഭിമുഖങ്ങളിലും പല ചടങ്ങുകളിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അന്നുണ്ടായ വിവാദങ്ങളെ പറ്റി ഇപ്പോൾ അദ്ദേഹം ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയം പറയാനല്ല സിനിമ എടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണം. അതുകൊണ്ട് തന്റെ രാഷ്ട്രീയമായിരിക്കില്ല തന്റെ സിനിമയിലെ രാഷ്ട്രീയം. തന്റെ രാഷ്ട്രീയം ഒരിക്കലും തന്റെ സിനിമയിൽ വരാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എമ്പുരാൻ സിനിമയിലെ രാഷ്ട്രീയം തന്റെ രാഷ്ട്രീയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാണ് കാര്യമെങ്കിൽ ഇത് അന്നേ പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. കാരണം ആടുജീവിതം സിനിമയിൽ പട്ടിണി കിടന്ന് അനുഭവിച്ചതിനൊക്കെ ഒരു നാഷണൽ അവാർഡെങ്കിലും കിട്ടണമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അന്ന് മൗനം കൊണ്ട് ബലം പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് മുട്ടുമടക്കാത്തതാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മറുകണ്ഠം ചാടിയിരിക്കുകയാണ് പൃഥ്വിരാജ്. അതേസമയം SS രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വാരണാസിയിലെ വില്ലൻ വേഷത്തിൽ വരുന്നത് പൃഥ്വിരാജാണ്. ഈ വാരണാസിയുടെ ടീസർ ലോഞ്ച് ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രാജമൗലിയുടെ സമാനമായിട്ടൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാജമൗലിയായിരുന്നു വില്ലൻ. പൊതുവെ നിരീശ്വരവാദിയാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ചടങ്ങിൽ സാങ്കേതിക തടസ്സമുണ്ടായപ്പോൾ അടുത്തു നിന്നിരുന്ന ആളുകളോട് രാജമൗലി ഹനുമാൻ സ്വാമിയെ അധിക്ഷേപിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ആരോ മൊബൈലിൽ പകർത്തി അത് പിന്നീട് വൈറലാക്കിയായിരുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി ശരിക്കും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും തടസ്സങ്ങൾ പരിപാടിക്ക് ഉണ്ടാക്കുന്നത്, എന്തിനാണ് അങ്ങനെയൊക്കെയാണ് രാജമൗലി ഇതിനകത്ത് ആ ദൃശ്യങ്ങളിൽ പറയുന്നത്. എന്തിന് ഹനുമാൻ ഭക്തരായ തന്റെ ഭാര്യയും തന്റെ പിതാവിനോടും തനിക്ക് ദേഷ്യം തോന്നി എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. നിനക്ക് സിനിമ ഹിറ്റാകാൻ ഹിന്ദു ധർമ്മം വേണം, ഹിന്ദു മിത്തോളജി വേണം, പക്ഷെ നീ യഥാർത്ഥത്തിൽ ഹിന്ദു വിരോധിയായിരുന്നല്ലേ എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ വന്നിരുന്നു. പക്ഷെ വാസ്തവത്തിൽ രാജമൗലി ഒരു വിശ്വാസിയാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ നിരീശ്വരവാദി ടൈറ്റിലൊക്കെ ഒരു ഇന്റലക്ച്വൽ ഗുമ്മിന് വേണ്ടി കൊണ്ട് നടക്കുന്നതായിരിക്കും. കാരണം സാങ്കേതിക തടസ്സമുണ്ടായപ്പോൾ സാങ്കേതിക ടീമിനെ പഴി പറയുക എന്നതാണ് ഒരു നിരീശ്വരവാദിയോ യുക്തിവാദിയോ അല്ല ഇനി കോമൺ സെൻസ് ഉള്ള ഒരു വിശ്വാസി പോലും ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു കടുത്ത ഹനുമാൻ സ്വാമി വിശ്വാസിയാകാനേ തരമുള്ളൂ. അല്ലെങ്കിൽ യുക്തിയോ കോമൺ സെൻസോ ഇല്ലാത്തയാൾ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. എന്തായാലും പൃഥ്വിരാജും രാജമൗലിയും രണ്ടുപേരും ഹൈന്ദവ വിശ്വാസികളുടെ സ്നേഹവും വെറുപ്പും ആവോളം നുകർന്നിട്ടുള്ളവരാണ്. അവരെ പറ്റിയാണ് ഈ വാർത്ത. മലയാളത്തിലെയും തെലുങ്കിലെയും താരങ്ങളുടെ സൗഹൃദ സംഭാഷണത്തിന് വേദിയായിട്ട് SS രാജമൗലിയുടെ പുതിയ ചിത്രം വാരണാസിയുടെ ടൈറ്റിൽ ലോഞ്ച് ചടങ്ങ്, അതായത് ഈ ഹൈദരാബാദിൽ നടന്ന ചടങ്ങ്, അങ്ങനെ നടൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധായകൻ രാജമൗലിയെ പ്രകീർത്തിച്ച് സംസാരിച്ചതിന് രാജമൗലി നൽകിയ മറുപടിയാണ് പൃഥ്വിരാജിനെ ഉൾപ്പെടെ പലരെയും ഞെട്ടിച്ചിരിക്കുന്നത്. അതില് രാജമൗലി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. പൃഥ്വിരാജ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതാ SS രാജമൗലി ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുന്നു. ഇത്തവണ എന്നത്തെക്കാളും വലുതായി, കൂടുതൽ മികച്ചതായി, തീർച്ചയായും കൂടുതൽ ധീരമായി. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് നന്ദി. നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് സുകുമാരന്റെ ഈ വാക്കുകൾക്ക് രാജമൗലി മറുപടി പറഞ്ഞത് മലയാളത്തിലായിരുന്നു. എന്താ മാഷേ അടിപൊളി എന്നായിരുന്നു രാജമൗലി പറഞ്ഞത്. നമുക്ക് ഈ മറുപടി വന്നപ്പോഴായിരുന്നു വേദിയിൽ ഒരു വലിയ ആരവമുണ്ടായത്. പൃഥ്വിരാജ് ഉൾപ്പെടെ ആ മറുപടി കേട്ട് ഞെട്ടിയിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജ് തന്നെ നമുക്ക് കൊച്ചിയിലും കാണണം സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. RRR എന്ന ലോകമെമ്പാടും വിജയമായ ചിത്രത്തിന് ശേഷം രാജമൗലി ഒരുക്കുന്ന അടുത്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് വാരണാസി. മഹേഷ് ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കുന്ന ഈ സിനിമയിൽ പ്രിയങ്ക ചോപ്രയും പൃഥ്വിരാജ് സുകുമാരനും സുപ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.